നമ്മളിന്നൊരു വെറൈറ്റി ടേസ്റ്റുള്ളൊരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് ഇന്ത്യൻ ഒനിയൻ അല്ലെങ്കിൽ സാമ്പാർ ഒനിയൻ അല്ലെങ്കിൽ മദ്രാസ് ഒനിയൻ ഇങ്ങനെ പല പേരിലും അറിയപ്പെടാറുണ്ട്. ഇപ്പോൾ നമുക്കത് സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഇത് വേറെ എങ്ങും കൂടുതൽ അങ്ങനെ കാണാറില്ല. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് കറി ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഞാനത് അതിനായിട്ട് കടായിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകമാണ്, നമ്മുടെ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിയാണ്. മല്ലി നമ്മൾ പൊടിച്ചെടുത്തതൊന്നുമല്ല, അല്ലാതുള്ള സീഡ്, മല്ലിയുടെ സീഡ് നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഫെനൽ സീഡ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പെരിഞ്ജീരകമാണ്, അതൊന്ന് പൊടിച്ചിട്ട് കൊടുത്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങും. അത്രയും സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഇത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപ്പൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കണ്ട. ഇനി ഇതിലേക്ക് ഒരു 3-4 ഉണക്കമുളക് നമുക്കൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി പേസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇതൊന്ന് ചതച്ചിട്ടും ഇട്ട് കൊടുക്കാവുന്നതാണ്. നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടിയാണ്, അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നല്ലൊരു ഫ്ലേവറും മണവുമാണ് ഈ വറുത്ത് പൊടിച്ച ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ. ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ വേറെ പ്രത്യേകിച്ചൊരു മസാലകളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. നമുക്ക് മസാലകളും ഒന്നും ചേർക്കാതെ തന്നെ നമുക്കൊരു അടിപൊളി കറി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഇത് ആ മസാലകളുടെയൊക്കെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നല്ല, ഇതിനകത്ത് വെന്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ്, നല്ല ഒരു മണവും ടേസ്റ്റുമാണ്. അത് നമുക്ക് നേരത്തെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളകും ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തൈരാണ്, നന്നായിട്ട് ഉടച്ചെടുത്ത് വലിയ പുളിയില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളമായി പോകരുത്. കട്ട തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ടൊമാറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും തൈര് ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ടൊമാറ്റോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1 കപ്പ് തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്യാസ് സിമ്മിൽ വെച്ച് തൈര് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് കൂട്ടി വെച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. വെള്ളമൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നില്ല. ഇനി വെള്ളം ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് ആ തൈര് ഒഴിച്ച കപ്പിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി, കുറച്ചൊരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയും കുറച്ചൊരു ടേസ്റ്റൊക്കെ ഒന്ന് കൂടുന്നതിന് വേണ്ടിയും ഫ്രഷ് ക്രീം കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഒനിയൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ. അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.